ഒരു വീട്ടില് അപ്പനും മകനും നിരന്തരം വഴക്കാണ്. കാരണം രാവിലെ എഴുന്നേറ്റ ഉടനെ അപ്പൻ പിറുപിറുക്കാൻ തുടങ്ങും. ബെഡ്ഷീറ്റ് മടക്കി വെക്കട, ലൈറ്റൊക്കെ ഓഫ് ചെയ്യട, ബാത്റൂമിലെ പൈപ്പ് മുറുക്കി അടക്കട, പുറത്തെ ലൈറ്റ് ഓഫ് ചെയ്യ്, ഡോർ അടക്കി, ഇങ്ങനെ എല്ലാത്തിനും ഉപദേശിച്ചിരുത്തേറ്റി ഇവനൊരിക്കൽ ഒരു ജോലി അന്വേഷിച്ചു പോവാണ്. പോകുമ്പോൾ ഇവൻ മനസ്സിൽ ചിന്തിച്ചു, ജോലി കിട്ടിയ ഉടനെ വീട് വിട്ട് പൊക്കളയണം. എനിക്ക് ആ പിറുപിറുക്കുന്ന അപ്പന്റെയും അമ്മയുടെയും കൂടെ ഇനി ജീവിക്കേ വേണ്ടെന്ന് തീരുമാനിച്ചു ചെന്നു. ജോലിക്ക് ചെന്ന കമ്പനിയിൽ വരാന്തയിൽ എല്ലാവരും ഇന്റർവ്യൂവിനായി ക്യൂ നിൽക്കുമ്പോൾ ലൈറ്റ് ഓണായി കിടക്കുന്നത് കണ്ടു. അപ്പന്റെ പിറുപിറുത്തോർത്ത് ഇവൻ പെട്ടെന്ന് പോയി ആ ലൈറ്റ് ഓഫ് ചെയ്തു. വഴിയിൽ ജനങ്ങൾക്ക് തടസ്സമായി ചെയറുകൾ നിൽക്കുന്നത് കണ്ടു. അത് അവനെടുത്ത് സൈഡിലേക്ക് മാറ്റിയിട്ടു. എല്ലാവരുടെയും ഇന്റർവ്യൂവിന്റെ ഇടയിൽ ഇവന്റെ സമയമായി ഇവൻ ഇന്റർവ്യൂവിനകത്ത് കയറി ഇവന്റെ ബയോഡാറ്റ കൊടുത്തു കഴിഞ്ഞപ്പോൾ പുഞ്ചിരിച്ചുകൊണ്ട് കമ്പനിയുടെ മുതലാളി അവനെ നോക്കി പറഞ്ഞു, നിന്റെ ഫയലിന്റെ ആവശ്യമില്ല, നിന്നെ ഓൾറെഡി ജോലിക്ക് എടുത്തു എന്ന്. CCTVയിലൂടെ അവിടെ വന്നിരുന്ന ഓരോരുത്തരുടെയും ക്യാരക്ടർ ഞങ്ങൾ നോക്കുന്നുണ്ടായിരുന്നു. നീയാണ് ഏറ്റവും പെർഫെക്റ്റായി ജീവിതത്തിൽ പെരുമാറിയത്, ഇത് തന്നെ കമ്പനിയിൽ മുന്നോട്ട് കൊണ്ടുപോയാൽ മതിയെന്ന്. കഥയുടെ സാരം ഇത്രയേ ഉള്ളൂ. മാതാപിതാക്കൾ നമുക്ക് നൽകുന്ന ഉപദേശം പിറുപിറുപ്പായി നമുക്ക് തോന്നിയാലും ജീവിതത്തിൽ എന്നും അത് ഉപകാരമുള്ള അറിവ് തന്നെ ആയിരിക്കും.